കടലിലെ മഴക്കാടുകൾ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ നമ്മുടെ മനസ്സിൽ വരുന്നത്? നല്ല പച്ചപ്പും ജീവനും നിറഞ്ഞ ഒരു വലിയ ലോകം, അല്ലേ? അതെ, തീർച്ചയായും. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് വെറുമൊരു മഴക്കാടിന്റെ കഥയല്ല. ഇതൊരു കുഞ്ഞൻ ജീവിയുടെ കഥയാണ്. അതെ, വളരെ ചെറിയൊരു ജീവി. ഒറ്റയ്ക്ക് നോക്കിയാൽ ഒന്നുമില്ല, പക്ഷെ ലക്ഷക്കണക്കിന് പേർ ഒരുമിക്കുമ്പോൾ കടലിനടിയിൽ വലിയ സാമ്രാജ്യങ്ങൾ തന്നെ പണിയുന്നൊരു ജീവി. ശരിയാണ്. നമ്മുടെ നിലനിൽപ്പിന് പോലും ആവശ്യമുള്ള ആ സാമ്രാജ്യങ്ങൾ ഇന്ന് നമ്മുടെ കൺമുന്നിൽ വെച്ചില്ലാതാവുകയാണ്. അപ്പോ ആ കഥയാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ അറിയാൻ പോകുന്നത്. കോവളത്തെ ബോൺ സഫാരിയുടെ പഠനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് പവിഴപ്പുറ്റുകളുടെ ലോകത്തേക്ക് നമുക്കൊന്ന് ഊളിയിട്ടാലോ? തീർച്ചയായും. ഈ കഥ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പവിഴപ്പുറ്റുകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ മിക്കവാറും അവയുടെ ഭംഗി മാത്രമാണ് ഓർക്കുന്നത്. അതെ, കാഴ്ചയിലെ ഭംഗി. പക്ഷേ സമുദ്രത്തിലെ 4/1 ജീവജാലങ്ങളുടെയും ജീവിതം ഈ സാമ്രാജ്യങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അപ്പോ ഈ കഥ കടലിന്റെ മാത്രം കഥയല്ല, ഒരു തരത്തിൽ നമ്മുടേത് കൂടിയാണ്. എങ്കിൽ നമുക്ക് ആ കഥയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംശയം. നമ്മളെ ചിത്രങ്ങളിലും വീഡിയോകളിലുമൊക്കെ കാണുമ്പോൾ ഇതിനൊരു പാറയുടെ രൂപമാണ്. ചിലതിനെ കാണുമ്പോഴോ വെള്ളത്തിനടിയിൽ പടർന്നു നിൽക്കുന്ന ചെടികളെപ്പോലെയും തോന്നും. സത്യത്തിൽ എന്താണിത്? പാറയാണോ, ചെടിയാണോ, അതോ മൃഗമാണോ? കേട്ടാൽ അതിശയം തോന്നും, പക്ഷെ അവ മൃഗങ്ങളാണ്. ശരിക്കും? അതെ, കാഴ്ചയിൽ പാറ പോലെ ഉറച്ചതും ചിലപ്പോൾ ചെടികളെപ്പോലെ തോന്നുന്നതുമൊക്കെയാണെങ്കിലും അതിന്റെ എല്ലാം അടിസ്ഥാനം മൃഗങ്ങളാണ്. നിഡാറിയ എന്ന് പറയുന്നൊരു ശാസ്ത്രീയ വിഭാഗത്തിൽപ്പെട്ട പൂളിപ്പുകൾ എന്ന് വിളിക്കുന്ന ആയിരക്കണക്കിന്, ചിലപ്പോൾ ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികൾ ഒത്തുചേർന്നുണ്ടാകുന്ന ഒരു വലിയ കോളനിയാണത്. മൃഗങ്ങളോ? അതും ജെല്ലി ഫിഷിന്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് കേൾക്കുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, ജെല്ലി ഫിഷും കടൽച്ചേനയും ഒക്കെ ഈ കുടുംബത്തിൽ വരും. അപ്പോ ഈ ജെല്ലി ഫിഷിനെ പോലെയുള്ള ഒരു ജീവിക്ക് ഒരു പാറ പോലെ ഉറപ്പുള്ള ഒരു നിർമ്മാണം ഉണ്ടാക്കാൻ കഴിയുമെന്നത് അത് ശരിക്കും പ്രകൃതിയിലെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയല്ലേ? എങ്ങനെയാ ഈ കുഞ്ഞൻ പോളിപ്പുകൾക്ക് ഇത് സാധിക്കുന്നത്? ഓരോ പോളിപ്പും വളരെ ലളിതമായൊരു ജീവിയാണ്. നമുക്ക് സങ്കല്പിക്കാൻ എളുപ്പത്തിന് ഒരു ചെറിയ സിലിണ്ടർ പോലെ ഇരിക്കും അതിന്റെ ശരീരം. ആ, ശരി. അതിന്റെ മുകൾ ഭാഗത്ത് ഒരു വായ, പിന്നെ അതിനു ചുറ്റും ഇര പിടിക്കാനുള്ള ടെന്റാക്കിൾസ് എന്ന് പറയുന്ന കൈകൾ പോലത്തെ ഭാഗങ്ങളും ഉണ്ടാകും. ഈ ജീവി അതിന്റെ ശരീരത്തിന് പുറത്തേക്ക് ഒരു കവചമുണ്ടാക്കും. ഒരു ഷെൽ പോലെ? അതെ, ഒരുതരം ഷെൽ. കടൽ വെള്ളത്തിലുള്ള കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ചാണ് ഈ കവചമുണ്ടാക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന പവിഴപ്പുറ്റുകളുടെ ഉറപ്പുള്ള അസ്ഥികൂടം. ഓഹോ. അപ്പോൾ ഓരോ പോളിപ്പും അതിന്റെ മുൻ തലമുറയുടെ അസ്ഥികൂടത്തിന് മുകളിലാണ് പുതിയത് പണിയുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ കുഞ്ഞൻ ജീവികൾ ചേർന്ന് പടുകൂറ്റൻ റീഫുകൾ, അതായത് പവിഴപ്പുറ്റുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ആ വലിയ പവിഴപ്പുറ്റ് അത് യഥാർത്ഥത്തിൽ ഒരുപാട് കുഞ്ഞൻ ജീവികളുടെ തലമുറകൾ പണിതുയർത്തിയ ഒരു മഹാനഗരം പോലെയാണല്ലേ? അതെ, കൃത്യം, ഒരു നഗരം തന്നെ. ഈ നഗരത്തിലെ കെട്ടിടങ്ങളെല്ലാം ഒരുപോലെയാണോ, അതോ വ്യത്യസ്ത തരം നിർമ്മാണ രീതികളുണ്ടോ? അതായത് എല്ലാ പവിഴപ്പുറ്റുകളും ഒരുപോലെയാണോ? ഇല്ലില്ല, അതൊരു നല്ല ചോദ്യമാണ്. അവ വളരെ വ്യത്യസ്തമാണ്. ഈ നഗരത്തിൽ പലതരം കെട്ടിടങ്ങളുണ്ട്. പ്രധാനമായും 2 തരം ശില്പികളാണ് ഈ നഗരം പണിയുന്നത്. ഓക്കെ. ഒന്നാമത്തെ വിഭാഗമാണ് ഹാർഡ് കോറൽസ്. പേര് പറയുന്ന പോലെ തന്നെ ഇവരാണ് ഈ നഗരത്തിലെ കെട്ടിടങ്ങളും റോഡുകളുമൊക്കെ നിർമ്മിക്കുന്ന പ്രധാന എഞ്ചിനീയർമാർ. ആ കട്ടിയുള്ള ഭാഗങ്ങൾ. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ കട്ടിയുള്ള കാൽഷ്യം കാർബണേറ്റ് അസ്ഥികൂടം നിർമ്മിച്ച് പവിഴപ്പുറ്റുകൾക്ക് ഘടന നൽകുന്നത് ഇവരാണ്. അപ്പോൾ ഈ എഞ്ചിനീയർമാർക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ട്. അവയുടെ ടെന്റക്കിൾസ് എപ്പോഴും 6ന്റെ ഗുണിതങ്ങളായിരിക്കും. 6, 12 അങ്ങനെ. തലച്ചോറിന്റെ ആകൃതിയിലുള്ള ബ്രെയിൻ കോറൽ, പിന്നെ മാൻകൊമ്പ് പോലെ ശാഖകളുള്ള സ്റ്റാഗ്ഹോൺ കോറൽ, ഇവയെല്ലാം ഹാർഡ് കോറൽസിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ ഹാർഡ് കോറലുകൾ പവിഴപ്പുറ്റുകളുടെ അസ്ഥികൂടം തന്നെയാണെങ്കിൽ ഈ സോഫ്റ്റ് കോറലുകൾ അതിനെ അലങ്കരിക്കുന്ന പൂന്തോട്ടം പോലെയാണോ? കൊള്ളാം, ആ വിശേഷണം വളരെ കറക്റ്റാണ്. സോഫ്റ്റ് കോറൽസ് ആണ് ഈ നഗരത്തിലെ പൂന്തോട്ടങ്ങളും പാർക്കുകളും. ആഹാ. അവയ്ക്ക് ഹാർഡ് കോറൽസിനെ പോലെ ഉറപ്പുള്ള പുറത്തൊരു അസ്ഥികൂടമില്ല. പകരം അവയുടെ ശരീരത്തിനുള്ളിൽ സ്ക്ലീറൈറ്റ്സ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ പോലുള്ള ചെറിയ മുള്ളുകളാണ് താങ്ങു നൽകുന്നത്. അതുകൊണ്ടുതന്നെ വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഒരു പൂന്തോട്ടത്തിലെ ചെടികൾ കാറ്റിലാടുന്നത് പോലെ ഇവ മനോഹരമായി ചലിക്കും. ഓക്കേ. ഇവയുടെ ടെന്റാക്കിൾസ് 8ന്റെ ഗുണിതങ്ങളായിരിക്കും.
ഒരു തൂവൽ പോലുള്ള രൂപമാണ് അവർക്ക്. സീ ഫാൻസ്, കോർണേഷൻ കോറൽസ് പോലുള്ളവ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. ഈ കുഞ്ഞൻ പോളിപ്പുകൾക്ക് ഇത്ര വലിയ നിർമ്മിതികൾ നടത്താനും അതിജീവിക്കാനുമൊക്കെ ഒരു രഹസ്യ ശക്തിയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. സൂസാന്തല്ലേ എന്നൊരു ആൽഗയുമായുള്ള കൂട്ടുകെട്ട്. എന്താ ഈ ബന്ധത്തിന്റെ രഹസ്യം? അതൊരു അതിശയകരമായ സഹജീവനമാണ്. ഒരു സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഓക്കെ. ഈ സൂക്ഷ്മ ആൽഗകൾ പവിഴപ്പുറ്റുകളുടെ ശരീരത്തിനുള്ളിലെ കോശങ്ങളിൽ ഒരു അതിഥിയെപ്പോലെ ജീവിക്കുന്നു. ഇതൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ്. എങ്ങനെയത്? ആൽഗകൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ഫോട്ടോസിന്തസിസ് വഴി ഭക്ഷണമുണ്ടാക്കുന്നു. എന്നിട്ട് ആ ഊർജത്തിന്റെ ഏകദേശം 90% അത് താമസിക്കുന്ന പവിഴപ്പുറ്റിന് നൽകും. കൊള്ളാമല്ലോ. സ്വന്തം ശരീരത്തിനുള്ളിൽ താമസിച്ച് സൗരോർജത്തിൽ ഭക്ഷണം പാകം ചെയ്തു തരുന്ന റൂംമേറ്റ്. അതെ, അതുതന്നെ. ഇത്രയും കിട്ടുമ്പോ പകരമായിട്ട് പവിഴപ്പുറ്റുകൾ ഈ ആൽഗകൾക്ക് എന്ത് നൽകുന്നു? പവിഴപ്പുറ്റുകൾ ഈ ആൽഗകൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സുരക്ഷിതമായ ഒരു വീട് നൽകുന്നു. അതോടൊപ്പം ഫോട്ടോസിന്തസിസിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ പോലുള്ള പോഷകങ്ങളും നൽകുന്നു. ഓഹോ. ഈ ഒരു അത്ഭുതകരമായ കൂട്ടുകെട്ട് കാരണമാണ് പോഷകങ്ങൾ വളരെ കുറഞ്ഞ തെളിഞ്ഞ കടൽവെള്ളത്തിൽ പോലും പവിഴപ്പുറ്റുകൾക്ക് ഒരു വൻ നഗരം പോലെ വളർന്നു പന്തലിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന പല നിറങ്ങൾക്കും കാരണം ഈ കുഞ്ഞനാൽഗകളാണ്. അതെ. അപ്പോ ഈ സൂക്ഷ്മജീവികൾക്ക് അല്ലെങ്കിൽ അവയുടെ കോളനികൾക്ക് സമുദ്രത്തിൽ ഇത്ര വലിയ സ്വാധീനം ചെലുത്താൻ എങ്ങനെ കഴിയുന്നു? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം എന്താണ്? അതിന്റെ പ്രാധാന്യം അത് നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമാണ്. നമുക്കതിനെ 3ആയിട്ട് തിരിക്കാം. ഒന്നാമതായി, പവിഴപ്പുറ്റുകൾ കടലിലെ ഒരു മെഗാസിറ്റിയാണ്. മെഗാസിറ്റിയോ? അതേ, കടൽത്തറയുടെ 1% താഴെ അവയുടെ സ്ഥാനമുള്ളൂ. പക്ഷേ സമുദ്രത്തിലെ 25%, അതായത് 1/4 ജീവജാലങ്ങൾക്കും വീടും ഭക്ഷണവും നൽകുന്നത് ഈ മെഗാസിറ്റികളാണ്. 1/4? അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഈ പവിഴപ്പുറ്റുകളില്ലെങ്കിൽ ഈ ജീവികളെല്ലാം എവിടെ പോകും? അതാണ് പ്രധാന ചോദ്യം. മത്സ്യങ്ങൾ, സ്രാവുകൾ, ആമകൾ, കണവ, ഞണ്ടുകൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ജീവികൾക്ക് ഒളിച്ചിരിക്കാനും ഇരപിടിക്കാനും പിന്നെ മുട്ടയിട്ട് വളരാനുമുള്ള ഒരു സുരക്ഷിതമായ ഇടമാണിത്. ഒരു സേഫ് സോൺ. അതെ. അതുകൊണ്ട് തന്നെ പവിഴപ്പുറ്റുകളെ കടലിലെ നഴ്സറികൾ എന്ന് വിളിക്കാറുണ്ട്. ഈ നഗരം തകർന്നാൽ അതിന്റെ കൂടെ ഒരുപാട് ജീവികളുടെ വംശം തന്നെ ഇല്ലാതായേക്കാം. അപ്പോ അതൊരു മെഗാസിറ്റി മാത്രല്ല, ഒരു കോട്ട കൂടിയാണെന്ന് പറയാം. കൊടുങ്കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നും തീരത്തെ സംരക്ഷിക്കുന്ന ഒരു വലിയ കോട്ട. അതാണോ രണ്ടാമത്തെ പ്രാധാന്യം? അതെ, അവ പ്രകൃതിയുടെ കോട്ടകളാണ്. കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലുമൊക്കെ കരയിലേക്ക് ആങ്കിടിക്കുന്ന വലിയ തിരമാലകളില്ലേ? ഉണ്ട്. അതിന്റെയൊക്കെ ശക്തി ഏകദേശം 97% വരെ കുറയ്ക്കാൻ ഈ പവിഴപ്പുറ്റുകൾക്ക് കഴിയും. അത്രയധികമോ? അതെ. ഇത് തീരശോഷണം തടയുന്നു. തീരദേശത്ത് താമസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഒരു സ്വാഭാവിക കവചമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അവയുടെ അസ്ഥികൂടമുണ്ടാക്കാൻ കടൽവെള്ളത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നതുകൊണ്ട് അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് നിയന്ത്രിക്കുന്നതിലും അവയ്ക്ക് ചെറിയൊരു പങ്കുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതിതാണ്, പവിഴപ്പുറ്റുകൾ കടലിലെ ഒരു അലങ്കാരം മാത്രമല്ല, അത് ഒരേ സമയം ഒരു മെഗാസിറ്റിയും ഒരു കോട്ടയും പിന്നെ മറ്റെന്തോ ഒന്നുകൂടിയാണ്. എന്താ മൂന്നാമത്തെ പ്രാധാന്യം? അത് ഒരു ഫാർമസിയാണ്, ഒരു വലിയ ഔഷധശാല. മരുന്നുകളോ? അതെ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും പവിഴപ്പുറ്റുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സംയുക്തങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ക്യാൻസർ, സന്ധിവാതം, ഹൃദ്രോഗം, വൈറൽ രോഗങ്ങൾ, ഇതിനൊക്കെയുള്ള മരുന്നുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓഹോ. ഇതിനെല്ലാം പുറമെ സ്കൂബ ഡൈവിംഗ് പോലുള്ള വിനോദസഞ്ചാരത്തിലൂടെ മാത്രം പ്രതിവർഷം $36 ബില്യൺ പവിഴപ്പുറ്റുകൾ ലോക സമ്പദ്വ്യവസ്ഥയ്ക്ക് നൽകുന്നത്. ഒരു മെഗാസിറ്റി, ഒരു കോട്ട, ഒരു ഫാർമസി, ഇത്രയധികം പ്രാധാന്യമുള്ള ഈ അമൂല്യമായ സാമ്രാജ്യം ഇന്ന് വലിയൊരു ഭീഷണി നേരിടുകയാണല്ലോ. കോറൽ ബ്ലീച്ചിംഗ്. അതെ. അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളുടെ വെളിക്കൽ. കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു വാക്കാണത്. എന്താ യഥാർത്ഥത്തിൽ ഈ ബ്ലീച്ചിംഗ്? കാലാവസ്ഥ വ്യതിയാനം കാരണം സമുദ്രത്തിലെ താപനില കൂടുന്നതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. അപ്പോ ഈ ചൂട് ക്രമാതീതമായി ഉയരുമ്പോ പവിഴപ്പുറ്റുകൾ കടുത്ത ഒരു സമ്മർദ്ദത്തിലാകുന്നു. ആ സ്ട്രെസ് താങ്ങാനാവാതെ വരുമ്പോ നമ്മൾ നേരത്തെ സംസാരിച്ച ആ കൂട്ടുകാരനില്ലേ, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന സൂസാന്തല്ലേ ആൽഗകൾ? ആ റൂംമേറ്റ്. അതെ,
ആ ആൽഗുകളെ അവയുടെ ശരീരം പുറന്തള്ളുന്നു. സ്വന്തം ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ആ റൂംമേറ്റിനെ പുറത്താക്കുന്നത് പോലെ. അതിന്റെ ഫലം എന്തായിരിക്കും? അതെ, ആൽഗകളാണ് പവിഴപ്പുറ്റുകൾക്ക് നിറം നൽകുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശരിയാണ്. കൂടം മാത്രമായി മാറുന്നു. ഇതാണ് കോറൽ ബ്ലീച്ചിങ്. അപ്പൊ ഈ വെളുത്തുപോയ പവിഴപ്പുറ്റുകൾക്ക് പിന്നെ ഒരിക്കലും പഴയ രൂപത്തിലേക്ക് തിരിച്ചുവരാൻ പറ്റില്ലേ? അതൊരു സ്ഥിരമായ മരണമാണോ, അതോ ഒരു കോമ സ്റ്റേജ് പോലെയാണോ? അതൊരു കോമ സ്റ്റേജ് പോലെയാണെന്ന് പറയാം. നല്ലൊരു താരതമ്യമാണത്. ബ്ലീച്ചിങ് സംഭവിച്ച ഒരു പവിഴപ്പുറ്റ് പൂർണ്ണമായും മരിച്ചിട്ടില്ല, പക്ഷേ അത് പട്ടിണിയിലാണ്. കാരണം ഭക്ഷണം കിട്ടുന്നില്ല. അതെ, ഊർജം നൽകിയിരുന്ന പ്രധാന സ്രോതസ്സ് നഷ്ടപ്പെട്ടു. കടലിലെ ചൂട് പെട്ടെന്ന് തന്നെ പഴയപടിയാവുകയാണെങ്കിലേ ഈ ആൽഗകൾക്ക് തിരികെ വരാനും പവിഴപ്പുറ്റിന് ജീവിതത്തിലേക്ക് മടങ്ങിവരാനും ഒരു സാധ്യതയുണ്ട്. പക്ഷേ താപനില ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിൽ അവ പട്ടിണി കിടന്ന് നശിച്ചുപോകും. ഇതൊരു ലോകം മുഴുവനുമുള്ള പ്രതിഭാസമാണല്ലോ. ഗ്രേറ്റ് ബാരിയർ റീഫ് മുതൽ നമ്മുടെ ലക്ഷദ്വീപിൽ വരെ ഇത് സംഭവിക്കുന്നുണ്ട്. ഈ ഭീഷണിയെ നേരിടാൻ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഡൈവിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനായി ഒരു ഡൈവറുടെ പെരുമാറ്റച്ചട്ടം തന്നെയുണ്ടല്ലോ. തീർച്ചയായും. നമ്മുടെ ചെറിയ പ്രവൃത്തികൾക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനം കാണുക, തൊടാതിരിക്കുക എന്നതാണ്. ലുക്ക്, ഡോണ്ട് ടച്ച്. അതെ, പവിഴപ്പുറ്റുകൾ വളരെ ലോലമായ ജീവികളാണ്. അവയുടെ ശരീരത്തിൽ അണുബാധ തടയുന്ന ഒരു മ്യൂക്കസ് ലെയർ, അതായത് ഒരു ശ്ലേഷ്മ പാളിയുണ്ട്. നമ്മുടെ ഒരു ചെറിയ സ്പർശനം പോലും ഈ സംരക്ഷണ കവചം ഇല്ലാതാക്കാനും അതുവഴി അവയ്ക്ക് അസുഖങ്ങൾ വരാനും കാരണമാകും. രണ്ടാമത്തെ കാര്യം പെർഫെക്റ്റ് ബോയൻസി എന്നാണ്. അത് ഡൈവിംഗ് ടെക്നിക്കുമായി ബന്ധപ്പെട്ടതാണല്ലേ? അതെങ്ങനെയാ പവിഴപ്പുറ്റുകളെ സഹായിക്കുന്നത്? അതെ, ബോയൻസി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ഈ കഴിവ് നേടുന്നതിലൂടെ നമുക്ക് വെള്ളത്തിൽ ഒരു തൂവൽ പോലെ ചലിക്കാൻ സാധിക്കും. അപ്പോൾ അബദ്ധത്തിൽ പോലും നമ്മുടെ കൈകളോ കാലുകളോ ഫിന്നുകളോ പവിഴപ്പുറ്റുകളിൽ തട്ടില്ല. മാത്രമല്ല, നമ്മുടെ ഫിൻ തട്ടി അടിത്തട്ടിലെ മണൽ ഇളകി പവിഴപ്പുറ്റുകളുടെ മുകളിൽ വീഴുന്നത് അവയുടെ പോളിപ്പുകളെ ശ്വാസം മുട്ടിക്കാൻ സാധ്യതയുണ്ട്. പെർഫെക്റ്റ് ബോയൻസിയിലൂടെ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. മൂന്നാമത്തേതും നമ്മളിൽ പലരും ശ്രദ്ധിക്കാത്തതുമായ ഒരു കാര്യമാണ് റീഫ് സേഫ് സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നത്. നമ്മൾ ദേഹത്ത് പുരട്ടുന്ന സൺസ്ക്രീൻ എങ്ങനെയാ കടലിനടിയിലെ പവിഴപ്പുറ്റുകളെ ബാധിക്കുന്നത്? നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന പല സൺസ്ക്രീനുകളിലും ഓക്സിബെൻസോൺ, ഓക്ടിനോക്സൈഡ് പോലുള്ള ചില രാസവസ്തുക്കളുണ്ട്. നമ്മൾ കടലിലിറങ്ങുമ്പോൾ ഈ രാസവസ്തുക്കൾ വെള്ളത്തിൽ കലരും. പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന് പകരമായി എന്തുപയോഗിക്കാം? സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് പോലുള്ള മിനറൽ അടിസ്ഥാനമാക്കിയുള്ള റീഫ് സേഫ് എന്ന് ലേബൽ ചെയ്ത സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടത് ഒരു കുഞ്ഞൻ ജീവി ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്ന കഥയാണ്. വെറും ഭംഗിയുള്ള വസ്തുക്കളല്ല, മറിച്ച് സമുദ്രത്തിന്റെ ഹൃദയത്തുടിപ്പായ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അഭയം നൽകുന്ന, തീരങ്ങളെ സംരക്ഷിക്കുന്ന, നമുക്ക് മരുന്നുകൾ നൽകുന്ന ഒരു വലിയ ലോകമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതെ, കാലാവസ്ഥാ വ്യതിയാനം ആ ലോകത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെങ്കിലും ഉത്തരവാദിത്വമുള്ള പെരുമാറ്റത്തിലൂടെ നമുക്കും ആ സാമ്രാജ്യത്തിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളാകാൻ പറ്റും. തീർച്ചയായും. അതിലൊരു പ്രധാന ആശയം ഇതാണ്: ഓരോ ഡൈവും ഒരു സർവേയാണ്. ഓരോ ഡൈവറും സമുദ്രത്തിന്റെ ഒരു അംബാസഡറാണ്. അത് കൊള്ളാമല്ലോ. നമ്മൾ വെള്ളത്തിനടിയിൽ കാണുന്ന മാറ്റങ്ങൾ, ഒരുപക്ഷേ ഒരു പവിഴപ്പുട്ടിന്റെ നിറം മങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിയെ കാണുന്നത്, ഇതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സമുദ്രത്തിനു വേണ്ടി സംസാരിക്കുന്നവരായി മാറുകയാണ്. നിങ്ങൾക്കായി ഒരു ചിന്ത ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പവിഴപ്പുറ്റുകൾ ഒരു വലിയ ഫാർമസിയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ക്യാൻസറിനും ഹൃദ്രോഗത്തിനും വരെ മരുന്ന് കണ്ടെത്താൻ സാധ്യതയുള്ള ഒരു ലോകം. നമ്മൾ അതിന്റെ രഹസ്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിനു മുൻപ്, ഒരു പവിഴപ്പുറ്റ് ബ്ലീച്ചിങ്ങിലൂടെ നശിക്കുമ്പോൾ ഭാവിയിലെ എത്ര രോഗങ്ങൾക്കുള്ള അത്ഭുത മരുന്നുകളുടെ സാധ്യതയായിരിക്കാം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നത്?